Village Media. ഇതൊക്കെ നയിച്ചുണ്ടാക്കി ഇന്ന പറഞ്ഞാ മതി. പറമ്പില് മുഴുവൻ തേങ്ങ പൊഞ്ഞെടുക്കാണ്. ഇവിടെ ആർക്കാണ് നോക്കാൻ നേരം? ഒക്കെ കണ്ടോലും പറിക്കൊണ്ട് പോവാണ്. ഷായന, മൻസൂറോടാ? എണീച്ചിട്ടില്ല. ആറാം പറഞ്ഞ നായി എന്നെ മുടിപ്പിക്കാൻ വേണ്ടി ഉണ്ടായൊരു ജന്മം. ഇതൊക്കെ ഓളെ പറഞ്ഞാ മതി. ബാണ്ടാന്ന് വെക്കുമ്പോ ഓന്റെ പാതിരാക്കുള്ള വരവും പകലിടുന്ന ഉറക്കം ഇന്ന് അവസാനിപ്പിക്കും ഞാൻ. ആമിനോ, 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 റബ്ബേ കാത്തോളണേ. എന്താ മനസ്സിനെ ഇക്കവിടെ 100 കൂട്ടം പണിയുള്ളവാ. ആ പാത്തുമ്മ വന്നില്ല. നേരം വെളുത്താ തുടങ്ങും ആമിന ആമിന കോഴി കൊക്കണമാതിരി. റബ്ബേ, എന്തിനാ കളിങ്ങനെ വിളിച്ചു പോണത്? കൂവിയതല്ലടി, ഞമ്മളൊന്ന് പാടിയതാ. എന്തേ അന്റെ പുന്നാര മോൻ എന്തേടി? ഓനോ നീച്ചിട്ടില്ല ഒരാൾക്ക്. അല്ല, ഇത് ചോദിക്കാൻ ഞങ്ങൾ കല്ലുള്ളിനെ അങ്ങോട്ട് വിളിച്ചത്? എന്റെ മനുഷ്യനെ നീച്ചോളും. ഓ പിന്നെ അന്റെ മോൻ ഇന്നലെ കളക്ടർ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കല്ലേ? നിങ്ങക്ക് ഇപ്പൊ എന്തിനാ നീച്ചിട്ട്? ഓനൊന്ന് നല്ലോണം കാണാനാ. കൊറേ ദിവസല്ലേ എന്റെ മോനെ ഞമ്മള് നല്ലോണം കണ്ടിട്ട്. ഒറ്റ ഒരുത്താണ് ഓനെങ്ങനെ ചീത്തയാക്കണത്. ഒന്നുള്ളെങ്കിൽ ഓലക്കൊക്കെ തള്ളണമെന്ന കാരണന്മാര് പറഞ്ഞിരിക്കണത്. കാരണന്മാരങ്ങനെ പലതും പറയും. ഇക്കാകെ ഒന്നുള്ളൂ. എടി ഇപ്പൊ മണി എത്രയായി? മണി 9 കഴിഞ്ഞിക്കണു. ഓൻ ആൺകുട്ടിയല്ലേന്ന്, അല്ലാണ്ട് പേരറിഞ്ഞിക്കണ പെൺകുട്ടിയൊന്നല്ലല്ലോ. ഊനങ്ങോട്ട് ഉറങ്ങട്ടേന്ന്. ആമിനോ, ഇജന്റെ വായിന്ന് കേക്കുട്ടോ അന്റെ ഒരു ഒപ്പാര്. നിങ്ങളെന്തിനാ എന്നെ തിന്നാൻ വരുന്നത്? നിങ്ങളെ മോനല്ലേ, പോയാണ് വിളിച്ചോളീന്ന്. ഇത് വല്ലാത്തൊരു ഹലാക്കായല്ലോ. ജോനെ തലകെട്ടിയോണ്ട് വെച്ചോ. ആ മോട്ടർ കേടുന്നിട്ട് എത്ര നാളായി. അത് നന്നാക്കാൻ ഒരാളെ കൊണ്ടുവരാൻ ഓന് പറ്റിയോ? ഇനിയിപ്പോ അതിന് ഞാൻ തന്നെ പോണോ? മില്ലിൽ ഇവിടെ തിരിയാൻ പറ്റാത്ത പണിയുണ്ട്.
വല്ല നായി അറിയണ്ട. ഓനിങ്ങനെ തീട്ടുണ്ടാക്കണ മിഷൻ ഒക്കെ എന്റെ നെഞ്ഞത്തേക്കാ. ആ ജത്തിയോ? ഇന്ന് ബാങ്കിൽ പോണം, ഡി ഡി എടുക്കണം. ഓ അത് ഇന്നല്ലേ? ആ ഇജ്ജ് നാസ്ത കഴിച്ചോ? ആ കഴിച്ച്. എന്നാലും വാ. അങ്ങനെ അങ്ങ് പോയാലോ? ഏയ് ഇരിക്ക റഹ്മാനെ, കുറച്ച് കഴിച്ചോ? ഇരിക്ക് റഹ്മാൻ കാ. വേണ്ട, ഞാൻ കഴിച്ചതാ. മതി 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 മതി, ഞാൻ എടുത്തോളാം. അനക്ക് പറഞ്ഞിടത്തോളം കഴിച്ചോ? ഇജ്ജ് പണി എടുത്തിട്ടല്ലേ? കഴിക്ക്. ഇവിടെ ഒരു ഹിമാറുണ്ട്, ഒരു പണി എടുക്കാണ്ട് മൂക്കരുന്ന പോത്ത്. ഇതാ ഓള പുന്നാര മോൻ. നിങ്ങക്ക് ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴെങ്കിലും ഓന്റെ കുറ്റം പറയാണ്ടിരുന്നൂടെ? പിന്നെ കുറ്റം പറയാൻ പറ്റാണ്ടിരിക്കുന്ന ചരക്ക്. അന്റെ സ്വഭാവം എന്റെ ഓൻക്ക്. എന്റെ സ്വഭാവച്ച ഒരു രക്ഷപ്പെട്ട്. നിങ്ങളെ മൊരട്ട് സ്വഭാവല്ലല്ലോ. Mr. Worldwide, T-Pain, el que no oye consejo no llega viejo. So listen up. വിളിക്കാലേ? അല്ലടാ, ചക്കയോറിന്റെ ഓ തമാശ തമാശ. ഓരോരോ കോലങ്ങളെ. ആടാണ് ഉമ്മ? അത് മൻസൂർ ഉമ്മ. ഏത് മൻസൂർ? ഞങ്ങള് അത് ക്ലബിന്റെ. ഏത് ക്ലബിന്റെ? വെറുതെ എന്തിനാ കുട്ടികളെ ചീത്തറണത്? അവരിവിടെ എന്നും എന്നെ കുട്ടികളല്ലേ? അന്റെ പുന്നാരപ്പടപ്പിനെ കൂട്ടണില്ലേ? ഓന്റെ ഒരു കോലം മുടി. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ തന്നെ അല്ല റഹ്മാനെ? കൗത്തുമൊരു മാലയും കാലുമ രണ്ട് പാസുറും കുതിരോട്ട് നിന്നാ ഇവന്റെയൊക്കെ കൂടെ നിന്നിട്ട് ഓന് പണിക്ക് പോകത്ത്. മൻസൂർ എന്തേ? ഓന് നേരം പെടുത്തിട്ടില്ല. Mr. Worldwide, T-Pain, el que no oye consejo no llega viejo. So listen up. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Hey baby girl, what you doing tonight? I wanna see what you got in store. Hey baby, giving it your all when you're dancing on me. I wanna see. ആ പറയടാ. എവിടെ ചെങ്ങായി? നേരം വിട്ടൊന്നും ഞെരട്ടില്ലേ? The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. മില്ലിൽ നിന്ന് രാഘവൻ ലോൺ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇജ്ജ് കണക്കിന്റെ കാര്യം നല്ലോണം നോക്കണം. ശരി. ഓനെ കണക്കിന്റെ കാര്യത്തിൽ തീരെ വിശ്വസിക്കാൻ പറ്റൂല. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. ഉമ്മ, ഞാൻ ചോദിച്ചത് എന്ത് പത്തിരിയാ? പത്തിരിയല്ല, പൂത്തിരി. നിങ്ങൾ കളിക്കാണ്ട് കാശ് തരണ്ട. എനിക്ക് നേരല്ല. നിന്റെ കയ്യിലില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? മാറങ്ങട്. നിങ്ങളിത് തരുന്നുണ്ടോ? ഒരു വട്ടം പറഞ്ഞില്ലേ തരൂലാന്ന്? അന്റെ ബാപ്പില്ലേ പോയത്? ചോദിക്കായിരുന്നില്ലേ? ഒക്കെ എന്നോടനെ ചോദിക്കുള്ളൂ. ഓൻ എന്റെ ബാപ്പാനോട് ഒന്നും ചോദിക്കൂല. അതിനെക്കാട്ടും നല്ല ഗുഡ്സ് നിലക്കണതാണ്. ഞാൻ 10,000 15,000 ഒന്നല്ല ചോദിച്ചത്, വെറും 2,000 റുപ്യല്ലേ. എനിക്ക് CC അടക്കാനുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലടാ CC അടിച്ചേ? ഇന്റെ കാര്യത്തിൽ ഇടപെടണ്ടാട്ടോ. പോടാ.
നിങ്ങൾ തരുമ്മ, നിങ്ങൾ ആ പൈസ തരണ്ടോ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞമ്മള് കായ് തരൂല. 3 തരം 2000 ഉറുപ്പ്യ. അപ്പൊ നിങ്ങൾ 2000 തരില്ല? കയ്യില് വേണ്ട ചെക്ക. നമ്മളൊക്കെ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയിട്ടില്ലേ? ഇപ്പൊ തട്ടിക്കൂട്ടാനും തട്ടിപ്പറിക്കാനും നിന്റെ കയ്യിലില്ല. അതന്നെ. ശരി, ഓക്കെ. ഇല്ലല്ലോ. ആ പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കൂട്. എടാ, എന്താ ഉദ്ദേശം? അതൊക്കെ ഞാൻ ഉണ്ടാക്കും. അതിനുള്ള വഴി എനിക്കറിയാം. ഹറാം പറഞ്ഞോനെ, എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ്. അപ്പൊ റബ്ബറിന്റെ കാശോ? ഏത് റബ്ബർ? നിങ്ങൾ എന്തിനാണ് നോണ പറയണമ്മ? എടാ ഹറാം പറഞ്ഞോനെ, അന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലടാ. ഒന്ന് ഉറങ്ങാൻ പാടില്ല, തുപ്പാൻ പാടില്ല, തൂറാൻ പാടില്ല, മുള്ളാൻ പാടില്ല. ശരിയാക്കി തരാം ഞാൻ. എന്താടി എന്തൊറിഞ്ഞോ? നിങ്ങള് മേശയില് വെച്ച പൈസക്ക് താ മൻസൂർ എടുത്തോണ്ടോള്. അവിടെ നിക്കടാ, ആ കായ് കൊണ്ടോല്ലേ. എന്റെ റബ്ബേ, ആ നായർ കൊടുക്കണ്ട കായല്ല നായ അടിച്ചോണ്ട് പോയത്. ആ എന്ത് പറ്റുമ്മ, തലക്ക് ഇങ്ങനെ കൈവച്ചോണ്ട് നോക്കുന്നു? ഒന്നും പറയണ്ട എന്റെ മോനെ, ഒരു അറാൻ പറഞ്ഞ ചെക്കുള്ള കാരണക്ക് കറക്കപ്പുറത്ത് ഇല്ലാണ്ടായി. ഇപ്പത്തെ പിള്ളേരല്ലേ. ആദിക്കെന്തേ? അപ്പയ്യ മില്ല് പോയില്ലേ? ഇല്ല. ഊരിന്ന് നേരത്തെ പോയി. ഓ ശരി, എന്നാ മില്ലിപ്പോ. എളുപ്പം ചെല്ല്. ബെല്ലടിക്കണ്ട്, എടുക്കണില്ല. ഓഞ്ഞി ചതിക്കോ, നമ്മളെ പച്ചക്കാക്കോ? ഏയ് നിങ്ങൾ അത് പറയരുത്. മൻസൂർ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. എനിക്കറിയാനാ. അതിക്കറിയാം. നാളെ അവന്റെ അയൽവാസി ബഷീർ ഗൾഫിൽ പോവല്ലേ? ഓ നാളെ പോണ്ട്. ഇപ്പൊ മൻസൂർ കോളടിച്ചല്ലോ. മോനെ കൊണ്ടൊന്നും ഒരു കാര്യമല്ല. പറഞ്ഞ ശരിയാണ്. കണ്ടിട്ടുണ്ടോ ബഷീറിന്റെ പെണ്ണിനെ? ശരി, ആ മൻസൂറിനുണ്ടല്ലോ, ആ വീട്ടിൽ എപ്പോ വേണമെങ്കിൽ കയറിച്ചല്ലോ. ഞാനൊക്കെ ആയൊക്കെ ഓളെ എപ്പ അടിച്ചു മടക്കി പോക്കിട്ടില്ലാന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ അവളാ പൊന്നോ. അല്ലെങ്കിൽ എറിയ അറിയണടുത്ത് കുറച്ചും വഴി കൊടുക്കൂലല്ലോ. ഹലോ ഹലോ, കിട്ടിയോ? ആ കിട്ടി. സെലിബ്രേഷന് കിട്ടിയിട്ടുള്ളൂ. സെലിബ്രേഷനോ? അതിനാണെങ്കി ഇപ്പൊ അന്നെ കാത്തുകണ്ട ആവശ്യമുണ്ടോ? കുറഞ്ഞ നിന്നോട് എമ്മച്ചെങ്കിലും വാങ്ങാനല്ലടാ പറഞ്ഞത്. എടാ, എനിക്ക് ഇതിനേക്കാൾ വലിയ ബ്രാൻഡ് ഇട്ടുള്ള വകുപ്പുണ്ട്. അതല്ല, അവിടെ സ്റ്റോക്കില്ല. പിന്നെ കിട്ടിയത് ഇതാ. സെലിബ്രേഷൻ എങ്കിൽ സെലിബ്രേഷൻ. ആ കൊണ്ടുപോവാ. ഒരു ടച്ചിങ്സ് എന്തെങ്കിലും വാങ്ങിക്കോ. ഞങ്ങളിപ്പോ ടൗണ് കഴിഞ്ഞു. ആ ശരി. ഓനെ കൊണ്ട് തോറ്റു. ഇജൊരു പാക്കറ്റ് വിൽസ് മറക്കണ്ട. എന്താ ബാസിക്ക? എന്തൊക്കെ നിങ്ങൾ മങ്കെടുക്കുകയല്ലേ? അതെ. എന്നാലേ എനിക്ക് മൂട്ടിലെ പഞ്ഞുള്ള വലിയ ചേർത്ത് കൊണ്ടേ. ഞങ്ങള് മങ്കട റൂട്ടിലല്ല പോണേ, വേറെ വൈക്കാണ്. ഏത് റൂട്ടിലാണെങ്കിലും ചങ്ങായ വാങ്ങപ്പോ അത്ര വലിയ മല്ലുണ്ടോ? ഏതങ്ങാടിയിലും ആ സാധനം കിട്ടൂല. അനക്കാണ് വാങ്ങിയ പോയ. ഓ അതൊന്നും മറക്കാതെ വാങ്ങോളൂ കേട്ടോ. ശരി എന്നാ. Mr. Worldwide, T-Pain, el que no oye consejo no llega viejo. So listen up, let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Let it go. The girl wanna play, let it go. Hey baby girl, what you doing tonight? I wanna see what you got in store. Hey baby, giving it your all when you're dancing on me. I wanna see if you can give me some more. Hey baby, you can be my girl, I can be your man, and we can pump this jam however you want. Hey baby, pump
it from the side, flip it upside down, or we can pump it from the back and the front. Hey, baby. Baby, baby. La 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 la. 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 Drop it to the floor, make me wanna sing, hey, baby. Yeah, you can shake some more, make me wanna sing, hey, baby. Ooh, you got it, 'cause it make me wanna sing, hey, baby. Yeah, don't stop it. I want you to know. Self-paid, self-made, millionaire. I used to play around the world, now I'm around the world, getting paid. Girl problems, no problems. Don't hit it, get it. ഹലോ. ഓ ശരി, ഞാനെത്തുമ്പോ കുറച്ച് വൈകും. ഓ ശരി ശരി. അത് നമ്മളെ ബഷീർക്കേ, മൂപ്പരിപ്പോ നാളെ ഗൾഫിൽ പോവല്ലേ. ചെല്ല് ചെല്ല്, ഇപ്പോഴത്തെ കാര്യസ്ഥനല്ലേ. നീ പോണം. അയാൾ ആ ബഷീർ അയാളെ ഗൾഫിലേക്ക് കെട്ടിക്ക്. എന്നാലല്ലേ നമ്മളെ പോലുള്ള സ്വദേശികൾക്കൊരു നേരം പോക്കുള്ളൂ. അത് ഇവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാള് ഗൾഫിൽ പോയി തുടങ്ങുന്ന കാലം തൊട്ടേ ഇവനുണ്ട്. ഇവനോ ഒരു ഉപകാരമില്ല. എന്നാ സുഹൃത്തുക്കൾക്കോ? ഓ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവരുടെ ജീവിതം ഓ കുരുവികളെ പോലെ. മാവിൻ കൊമ്പിലുണ്ടോ ഒരു കാക്ക കൊത്ത മൈന കാണാ മാമ്പഴക്കനവ്. ചിങ്കാരം കിന്നാരം മൂളും തത്തമ്മേ ഒരു നാടോടിക്കഥ പാടി വരും നല്ലോലപ്പൈങ്കിളിയേ. കല്യാണി രാഗങ്ങളിൽ പാടുന്ന പാട്ടുകളിൽ, കല്യാണി രാഗങ്ങളിൽ പാടുന്ന പാട്ടുകളിൽ എന്റെ നാടും പീലി നീർത്തി ആടിത്തിമിർക്കണുണ്ടേ. എന്റെ നാടും പീലി നീർത്തി ആടിത്തിമിർക്ക. കരയില്ലേ പെണ്ണെ, ഈ കണ്ണീര് കണ്ട് ഞാൻ അവിടുന്ന് പോയാ എനിക്ക് സമാധാനം ഉണ്ടാവോ? കരയല്ലേ? ഇത് വല്ലാത്തൊരു വിധിയ. 2 വർഷം എന്റെ റബ്ബേ. അത് 2 മാസം പോലെ കഴിഞ്ഞു പോലെ. ഞാൻ വിളിക്കാം. നെറ്റിലൂടെ പരസ്പരം കണ്ട് സംസാരിക്കാലോ. അത് മാത്രം മതിയോ? ഇനി വൈകിയാലേ എന്റെ ഫ്ലൈറ്റ് പോവും. അത് പഴയ പോലെ ഗൾഫിൽ പോയിട്ട് വലിയ കാര്യമൊന്നും. എല്ലാരും എത്തിയല്ലോ. ഇതിന്റെ ചേർക്കാൻ കൊടുത്ത വാക്കാണ്. 1.5 ലക്ഷം റുപ്യ വില. 1.5 ലക്ഷം റുപ്യ കൂടി ഇന്ത്യ വണ്ടി അങ്ങോട്ട് കയറിയാലും വണ്ടിയാണ് കേടുവരിക. ഇന്ത്യ വണ്ടിയാണ് തവിട് കൂടിയാക്കുക എന്നല്ലാതെ വാച്ചിനൊന്നും പറ്റൂല. അതാണ് വാച്ചിന്റെ പോകുന്നത്. ഇത് ഇച്ചും അമേരിക്കൻ പ്രസിഡന്റും മാത്രമുള്ളൂ മാതിരി വാച്ച്. ഇപ്പൊ എന്തിയെ പഴയ മാതിരി ഒന്നല്ല. ഗൾഫിലൊക്കെ ഇപ്പൊ എത്ര ശമ്പളം? പെരുത്ത ശമ്പളമാണ്. 10 ലക്ഷമാണ് ഇവിടുത്തെ 1 ലക്ഷത്തിന് കിട്ടുക. ഞാനും പോകണമെന്ന് വിചാരിച്ചിരുന്നു, എൻ്റെ ഓളും പോകണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മക്ക് വിസി ഇല്ല, പാസ്പോർട്ടും ഇല്ല. പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകുക? ഇറങ്ങിയല്ലോ. ധൈര്യമായിട്ട് പോയിട്ട് വാമോ. അനക്ക് പഠിച്ചവനൊക്കെ ഹയറാക്കി പോയി വാ. അബ്ബാസ് മാമ, ആയിക്കോട്ടെ, ഇത് പോയി നന്നായി വാ മോനെ. അതെ ഉമ്മ പറഞ്ഞ കേൾക്കണട്ടോ. കുഞ്ഞോളെ ഭക്ഷണം കഴിക്കണട്ടോ. റഹ്മാനെ, കല്യാണം അറിയിക്കണ്ടാ. പിന്നെന്താ, നീ പോയിട്ട് വേണം. എന്നാ ഉമ്മ, എന്നാ പോയിട്ടരാ എല്ലാവരോടും. ഞാനും കൂടെ വന്നാലോ? നീ വരണടാ, ഇവരൊക്കെ ഉണ്ടല്ലോ. ഇനി ഇത് നിന്റെ ഇരിക്കട്ടെ.
എന്നാ പോവാ. നോക്കടാ കൊണ്ട കൊണ്ട ആ ഇപ്പൊ എന്താ കാട്ടടാ നോക്കട്ടെ. എന്തായാലും ഒരു 18 രൂപയോളം വരും. വരും. പിന്നെ എന്റെ മാമന്റെ കയ്യിലെ സെറ്റിന് 25,000 രൂപ വരുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഒരു ആൽബം എടുത്താലോ? മംഗലത്തെ ചെക്കന്മാരൊക്കെ ഇത് വെച്ചിട്ട് ആൽബം ഹിറ്റ്. എല്ലാം കൊണ്ട് എന്റെ പാട്ട് ഷീർ പോയില്ലേ? 2 കൊല്ലം. നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ കാര്യസ്ഥൻ. അതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ചെങ്ങന്മാരെ. അതിനൊക്കെ രഘു സമ്മതിക്കണം. പുഷ്പം പോലെ ഡീൽ ചെയ്യണം. പെണ്ണെന്ന് പറഞ്ഞ എത്ര ഉള്ളൂ? അതൊരു ഇരുമ്പ് കമ്പി പോലെ നമ്മളെ ഗഡ്സ് വെച്ച് എങ്ങോട്ട് വേണമെങ്കിലും വളച്ച അത് വളച്ചു കൊടുത്തു. പക്ഷെ ബെൻഡാവാതെ സൂക്ഷിക്കണം. ബെൻഡായ പിന്നെ പോയി. ഗുരുവേ, ഞാൻ ഈ പലിശയ്ക്ക് കൊടുക്കണ പണം നിങ്ങൾക്കറിയോ? അതൊന്നും എന്റെ അല്ല, അതൊക്കെ ഓരോ അവൾമാര് തരുന്നല്ലേ. അത് വെച്ചല്ലേ ഞാൻ ഈ കളിയൊക്കെ കളിക്കണേ. പക്ഷെ ജമീല ഓളിന്റെ അവളെന്ന് റൂട്ടാക്കി തന്ന നിന്നെ സമ്മതിക്കും മോനെ. മൻസൂറെ, എന്റെ ഫോൺ അടിക്കണ്ട്. ഹലോ ഹലോ, നീ എവിടെ മൻസൂറേ? ഞാൻ താഴെ മങ്കടുണ്ട്. ആ ശരി. ആ ശരി ശരി. ആ പിന്നെ എന്റെ ഫോണിൽ കാശ് തീർന്നടാ. ഒരു കൂപ്പൺ വാങ്ങണം. ആ മാർക്കറ്റിലും പോണേ. ആ ഞാൻ പോയിക്കോളാം. ശരി. മെനക്കേടായി. ഇനിയിപ്പോ ടൗണിലും പോണം. ഇതവളല്ലടാ ജമീല. ആ ചെല്ലി ചെല്ലേ. പക്ഷെ ബെൻഡാവരുത്. ഞാൻ പോയിട്ട്. അതെ, ഏതായാലും ഈ ടൗണിൽ പോലെ ഒരു പൈന്റ് വാങ്ങിക്കോ. ഇന്നൊരു ഫുള്ള്. അതിപ്പോ നിന്റെ വക തന്നെയല്ലേ? ഇന്നിപ്പോ ഇന്നത്തെ പുതുമ മറക്കല്ലേ. You mistaking me for somebody that you should be testing. You should be stressing. I'm finna teach you a lesson. Rap one-on-ones in session. Emulates the track that I'm blessing. കഥ പറയും കാട്ടരുവി കരികിലെ പൂ മരച്ചോട്ടിൽ പുലരിയിലെ കുളിർക്കാറ്റിൽ മാലകുരുക്കാൻ നീ വരുമോ? മാലകുരുക്കാൻ നീ വരുമോ? നീ വരില്ലേ ഇന്നരികിൽ? ഒരു നാളും പിണങ്ങുകില്ല, ഒരു നാളും നാം പിരിയുകില്ല. ഇപ്പൊ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. കേറി കിടക്കാൻ കിടപ്പാടം പോലും ഇല്ലാത്ത ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇല്ലേ? അപ്പോ ആജിക്ക പറഞ്ഞൊരു കാര്യം ഒന്നും പറഞ്ഞില്ല. അതിപ്പോ ഈ പിരിവെന്നൊക്കെ പറയുമ്പോ എന്റെ ആജിക്ക ഇതൊരു പിരിവല്ല, ഒരു സഹായം. ഞമ്മളിപ്പോ എത്ര തരണ്ട്? അതിപ്പോ ഭാസ്കരനൊരു 10,000, അമീർ 20,000. എന്നോട് കണക്ക് പറയാനല്ല പറഞ്ഞത്. ഞമ്മളിപ്പോ എത്ര തരണ്ട് അത് പറഞ്ഞു. അത് ആചാര നിലക്കും വിലക്കുള്ളൊരു തുക തന്നാൽ അവർക്ക് സന്തോഷമായി. ഇതൊരു കാര്യം ചെയ്, പോരേക്കോ? ആ ആയിക്കോട്ടെ. അപ്പൊ എന്നാ വൈകിട്ട് വീട്ടിൽ കാണാം.
റഹ്മാനാ ഓള് പോരാന്ന് വിളിച്ചത്. ആ 6-ാം പറഞ്ഞ നോക്കിട്ട് ഒരു കാര്യം ഇജ്ജൊരു കാര്യം ഒരാളെ കൂട്ടി പോയിട്ട് ആ പുരയിലെ മോട്ടർ നന്നായി കൊടുക്കേ. ശരി കുഞ്ഞിക്ക. ഇതൊക്കെ ഭാര്യ ചൂട പെണ്ണിന്. ആവോ നിങ്ങളെത്തിയോ? ഇന്നലെ മുതല് മോട്ടർ വെള്ളം എടുക്കണില്ല എന്റെ മോനെ. ഒന്ന് നോക്കിയേ, വേഗം വാ. അന്റെ ബാഗില് അത് നേരെക്കാളെ കുന്താണ്ടൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. 2 ദിവസമായിട്ട് വെള്ളല്ല. ഇക്കാലത്ത് വെള്ളമില്ലാണ്ട ജീവിക്കാൻ പറ്റുമോ? ഹലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. എന്താടി ഷാഹിന, ഈ പത്തിരി ഒന്നും എടുത്തില്ലേ? എടാ, നമുക്ക് ഫോൺ ഇഷ്ടായോ? ഇഷ്ടായി. പിന്നെ ഒരു കാര്യം, കുഞ്ഞാളാപ്പാന്റെ മോൻ ഷുക്കൂർ ചോദിച്ചാ ഈ ബഷീർ ഖാന്റെ കയ്യിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയതാന്ന് പറഞ്ഞാ മതി. പിന്നെ എനിക്കറിഞ്ഞൂടെ? ഓനൊരു കണ്ണുണ്ടായിരുന്നേ, നന്ദിയില്ലാത്തോനാ. ഞാനാ ബഷീർ ഖാനോട് പറഞ്ഞത് ഈ ഫോൺ അനക്ക് തരാൻ. നീ ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. ഹലോ ഹലോ, നീ എവിടെയായിരുന്നു? നീ എന്താ വല്ല കിടക്കണത്? ഞാൻ അടുക്കളയിലായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടില്ലേ? അത് കേട്ട് ഓടി വന്നതാ. കുട്ടികളെവിടെ? അവര് കളിക്കുക. എവിടെയാ കളിക്കണേ? പുറത്താണ്. എന്നാലേ ഒരു മൊമെന്റ് വേഗം. നാണല്ലോത്തോനെ. ആണല്ലോ. ഭക്ഷണം കഴിച്ചോ? എന്ത് കഴിച്ചോന്ന്? ഇല്ലല്ല. പിന്നെ എന്റെ നെറ്റിന്റെ കാർഡ് തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ മൻസൂറിനെ വിട്ടിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടിയിലാണ്. ഈ കുട്ടികൾ എപ്പോ കൊടുക്കും? ഞാൻ അവർക്ക് കൊടുക്കാം. കുഞ്ഞോനെ, കുഞ്ഞോളെ, കുഞ്ഞോനെ, ഇതാ ഉപ്പോന്റെ ഫോൺ. കുഞ്ഞോനെ, ഹലോ, കുഞ്ഞോട് നോക്കി വരിക. അടുത്ത ആഴ്ച വരൂടാ കുട്ട. വേഗം വരുമോ? പിന്നെ വേഗം. ഹലോ ഹായ് കുഞ്ഞോൾ. ഒരു ഉമ്മ ഉമ്മ. മുടിക്കി മുടിക്കി. ഹലോ, ഒരു ഉമ്മ. ഇവിടെ കുട്ടികളുണ്ട്. പോ, രാത്രി തരാം. പതുക്കെ പതുക്കെ. നീ ഇത്ര വേഗം വന്നോ? ബൈക്ക് കുതിരല്ലേ, പറക്കൂലേ? അങ്ങനെ വല്ലാതെ പറക്കൊന്നും വേണ്ട, നഷ്ടം ഞങ്ങൾക്കും കൂടിയാ. ഓനൊരു പറക്കലാരൻ. പെണ്ണ് എന്ന് പറഞ്ഞ എത്ര ഉള്ളൂ? അതൊരു ഇരുമ്പ് കമ്പി പോലെ നമ്മളെ ഗഡ്സ് വെച്ച് എങ്ങോട്ട് വേണമെങ്കിലും മുടക്കാം. ഇതൊന്നും എളുപ്പം കയറുന്നുണ്ടോ? എന്റെ ജമീലാത്തന്റെ കാര്യം എന്തായി? നടക്കോ? സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ടടാ. പക്ഷെ രഘുവിനോടൊന്നും പറയരുത് കേട്ടോ, ഏകദേശം ചാലിയിട്ടുണ്ട്. നേരെ പറ. 2 ദിവസം കൊണ്ട് ഞാൻ ഒക്കെ ശരിയാക്കി എടുക്കും മോനെ. മൻസൂർക്ക വന്നേ. മൻസൂർക്ക ഞങ്ങളൊന്ന് കോട്ടക്കുന്നുമ്പോ കൊണ്ടുപോവോ? പിന്നെന്താ, കൊണ്ടുപോവാലോ. ഞങ്ങളൊന്ന് കോട്ടക്കുന്നുമ്പോ കൊണ്ടുപോകണം.
പിന്നെന്താ, തീർച്ചയായിട്ടും കൊണ്ടുപോകും. പോയി കളിക്ക്. ഇന്നത്തെ പോലെ ഞങ്ങള് പറ്റിക്കല്ലോ. ബഷീർക്ക് ഉണ്ടെന്നപ്പോ ഒന്നും അറിയണ്ടേന്നില്ല. കണ്ണുണ്ടപ്പോ അതിന്റെ വില അറിയില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ഇനി നോക്കണം. കുട്ടികളെ സ്കൂള് തുറക്കുകയാണ്. ബഷീർക്കാണെ പോയിട്ടല്ലേ ഉള്ളൂ. വീടിന്റെ കടം തന്നെ തീർന്നിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം. ആകെയുള്ളൊരാശ്വാസം ഈ ഇവിടെ ഉള്ളതാണ്. ഓടാനും പായാനും ഈ മാത്രല്ലേ ഉള്ളൂ. അന്നിപ്പോ അത്രക്കണ്ട് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ. അനക്ക് എന്റേതായ കാര്യങ്ങളില്ലേ. ഈ ചായ കുടിച്ചിട്ടില്ലല്ലോ. നല്ല പത്തിരിയും കോഴിക്കറിയും ഉണ്ട്. നീ ഇരിക്ക്, ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. ഇനിയിപ്പോ കുട്ടികള് വരും. കുട്ടികള് വന്ന ഇവിടെ ഒക്കെ കലവിലിയാവും. ജമീലത്ത, എന്താടാ? നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെന്താ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണല്ലോ. ഓന്റെ താപ്പം എനിക്കാ ഇഷ്ടല്ല. എനിക്കുണ്ട് മോഹങ്ങൾ. നിനക്ക് എന്ത് പറ്റിയടാ? ഞാനൊരാണാണ്, എനിക്കുണ്ട് മോഹങ്ങൾ. പോടാ. എടാ മൻസൂറെ, നിക്കടാ അവിടെ. ഇരിക്കേ, ഒരു നെറ്റിന്റെ കൂപ്പൺ കൊണ്ടുവരണം. ഇരിക്കേ, ടീച്ചിങ്ങും ചാറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് നന്നായി ഒന്ന് വരക്കണം. ഇത് കാർഡൊന്ന് കൊണ്ടുവരാം. ഇതെന്താ ആളെ കുതിരാക്ക? എന്നോടല്ലേ ചങ്ങായി അവിടെ നിൽക്കാൻ പറഞ്ഞത്? ഏടാ ചങ്ങായി, എന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞത്? ഞാനും വരാം. ഓ എത്തിയോ? എന്താടാ എന്താ പ്രശ്നം? എന്താടാ ഉണ്ടാകോണ്? ഓന്റെ വാപ്പാന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. കള്ളുണ്ടോടാ? അത് ഇജ്ജല്ലേ വാങ്ങാറ്? എന്താ, നിങ്ങളെ കാശിനൊന്നും കിട്ടില്ലേ? ബീവറേജ് എന്റെ കാശ് മാത്രമേ എടുക്കുള്ളൂ. ഇന്നലെ പറഞ്ഞ മാതിരി താത്താനെ തോണ്ടാൻ പോയില്ലേ? ഡാ, അപ്പൊ ചളക്കിനെ കിട്ടിയില്ലേ? ഇതെന്തടാ മോന്തേമേ? അന്നെ കൊണ്ട് പറ്റണ ചെയ്താ പോയി. മൻസൂറിനെ പറ്റി നിങ്ങളൊക്കെ എന്താടാ വിചാരിച്ചേ? ഇനിയാണ് കളി. അവള് വരും, പട്ടീനെ പോലെ വരുത്തും ഞാൻ. വരുത്തും. നീ എങ്ങനെ വരുത്തും? അതിനുള്ള ചങ്കൂറ്റൊന്നും ഇപ്പേനില്ല. ദാ ഇത് വെച്ച് വരുത്തും. ഇത് കണ്ടിട്ട് പറയടാ, ഞാൻ ആണാണോ പെണ്ണാണോന്ന്. എടാ, എവിടെ നൊപ്പിച്ചടാ നീ ഇത്? ഈ പത്തിരി ഒന്നും എടുത്തില്ലേ? എടാ, അനക്ക് ഫോൺ ഇഷ്ടായോ? ഇഷ്ടായി. പിന്നെ ഒരു കാര്യം, കുഞ്ഞാളാപ്പാന്റെ മോൻ ഷുക്കൂർ ചോദിച്ചാ ഈ ബഷീർ ഖാന്റെ കയ്യിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയതാന്ന് പറഞ്ഞാ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ഓനൊരു കണ്ണുണ്ടായിരുന്നേ, നന്ദിയില്ലാത്തോ ഞാനാ ബഷീർ ഖാനോട് പറഞ്ഞത് ഈ ഫോൺ അനക്ക് തരാൻ. നീ ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം.
ശരിക്കും കിട്ടിയിട്ടുണ്ടല്ലടാ. പലതും നടന്നോ? ആക്രാന്തം കാട്ടില്ലടാ, ഓരോരുത്തരോടുത്ത് സെന്റ് ചെയ്യും. എടാ ഇതീക്കും ആ എന്താ ജമീല ഒറ്റയ്ക്ക്? വഴിമാറ്. എന്താ ജമീല താൻ വഴി മാറുന്നുണ്ടോ? ചൂടാവാതടി. ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ പോയിക്കോളാം. തുറന്നു പറയാലോ, ഞാൻ വല്ലാണ്ട് മോഹിച്ചു പോയി. ഇത് കണ്ടോ നീ? കണ്ടു. ഇത് മാത്രമല്ല, ഇനി കാണാൻ ബാക്കി ഒന്നുമില്ല. ഇത് മുഴുവൻ ദാഹം തീരണ വരെ കണ്ടു. ദാ കാണ്. എന്താ കാണണ്ടേ? ബാക്കി കാണണ്ടേ? ഇത് നാട്ടുകാര് മുഴുവൻ കാണണ്ടെങ്കിൽ ഒന്ന് സമ്മതിച്ചേര്. അറിയാലോ, ഇത് ഞാൻ മാത്രമേ കാണൂ. നാട്ടുകാരെ കൊണ്ട് കാണിപ്പിക്കല്ലേ. നീ എന്താണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിക്കണ്? എനിക്ക് നാട്ടിലൊന്നും ഇറങ്ങി നടക്കണ്ട. എങ്ങനെ? ഞാൻ എന്താ കേക്കണ പറയേ. എടി, ആളുകളൊക്കെ എന്താ എന്നെ ഫോൺ വിളിച്ചുള്ള കാരണം എന്താ പറ. എനിക്ക് ജീവിക്കണ്ടപ്പോ എനിക്കും കുട്ടിയെ കുറച്ച് വിഷമമായി തന്നിട്ടേ എവിടെ ഇപ്പൊ ചാകടി നീ പോയിട്ട്. ഞാനിവിടെ ആർക്കൂടെ ജീവിക്കണവിടെ? നിനക്കും കുട്ടികൾക്കും വേണ്ടി ഞാൻ ഇവിടെ ജീവിക്കണവിടെ. ഞാൻ എന്താ ചെയ്യണ്ടപ്പോ അത് പറ. എങ്ങനെ? എനിക്ക് നിന്റെ മൊട്ടത്തരം പുറത്തൊന്നും കേക്കണ്ട. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറ. എടി, നീ വേറെ വല്ല പണിക്കും പോടി അവിടുന്ന്. നീ വല്ല തൂച്ചവോ? ഹലോ ഇക്ക. ഹലോ ഹലോ തെക്കല്ലേ. बस मामा എന്തേ കുട്ടിയെ? ജമീലാത്ത ആത്മഹത്യ ചെയ്തു. ഹലോ. അബ്ബാസ് മാമയാണ്. പറ അബ്ബാസ് മാമ.
ആ പറടാ, എന്തൊക്കെയുണ്ട്? ഡാ, ഡാ, എന്താടി? നമ്മുടെ ജമീലാത്ത പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ബഷീറിന്റെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ നാടിന്റെ കൂടെ പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നത്? ഇത് അത്രയും ഗൗരവമായി എടുക്കണം നിങ്ങൾ. ഇന്റർനെറ്റും മൊബൈലും പോലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നല്ലതാണ്, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരൂഹ മരണങ്ങൾക്ക് നമ്മൾ ഇനിയും സാക്ഷിയാവേണ്ടി വരും. ഇനിയും ജമീലമാർ രക്തസാക്ഷിയാവേണ്ടി വരില്ലേ? നമ്മുടെ നാട്ടിൽ നടന്ന സംഭവത്തിന് കാരണക്കാരായ ഒരുത്തരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്നാണ് നാട്ടുകൂട്ടത്തിലെ തീരുമാനം. ആടെ മൊബൈൽ ക്ലിപ്പ് പുറത്തു വിട്ടത് എനിക്കറിയില്ല. ഹലോ, എന്താണ് പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അവൻ എന്റെ കടയിലെ ജോലിക്കാരനാണ്, എനിക്കറിയണം എന്താണ് പ്രശ്നം. നിനക്കറിയില്ലല്ലേ കാര്യം എന്താന്ന് ഞാൻ അറിയിച്ചു തരാം. പറ, ആരാ ഇതുകൂടെ കൊടുക്കുന്നത്? അതെനിക്കറിയില്ല. മൊബൈൽ ക്ലിപ്പ് കൊടുക്കുന്ന രഘുവാണ്. രഘു എവിടെ? അതെനിക്കറിയില്ല. അറിയാതെ പറ്റില്ല. വാ ഇങ്ങോട്ട്, പുറത്തു വാ. ഇങ്ങോട്ട് വാടാ. രഘു, നിക്കടാ രഘു. ആകെ പ്രശ്നായി. എല്ലാം കഴിഞ്ഞിട്ട് പോയടാ. എന്താടാ മറ്റേ പ്രശ്നം നാട്ടുകാരറിഞ്ഞു, അത് നമ്മളാണെന്ന് അറിഞ്ഞൂടാ. നിന്നെ തിരക്കി അവരിറങ്ങിയിട്ടുണ്ട്. കൈ കിട്ടിയ അടിച്ചു കൊല്ലണ നായിന്റെ മക്കളെ. പറയാൻ സമ്മതിക്ക്. ഞാനല്ല പറയുന്നത് വിശ്വസിക്ക്. ഞാനല്ല ഒന്നും പറയുന്നത് വിശ്വസിക്ക്. മൻസൂർ എന്ത് പണിയാച്ചു ചെയ്ത്? നീ കാരണം ഒരു മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടത്. അതൊന്നും പറയണ്ട. ഞാൻ ആ രഘുവിനെയും കൂട്ടിയും വിശ്വസിച്ചടാ ആ മൊബൈൽ ക്ലിപ്പ് അവർക്ക് കൊടുത്തത്. എന്തിന്? എല്ലാം പാടി ജമീലാത്ത ആത്മഹത്യ ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അന്നെ തന്നെ നാട്ടിലിറങ്ങിക്കോ. മൻസൂറെ, പണി പാടി. നാട്ടുകാരാണ് അടങ്ങി വരുന്നത്. നീ ഓടി രക്ഷപ്പെട്ടോ? ഞാൻ അങ്ങോട്ട് പോവാനാ. ഇറങ്ങിക്കോ. ഓടി രക്ഷപ്പെട്ടോ? എങ്ങോട്ടെങ്കിലും പോടാ. ഓടി രക്ഷപ്പെട്ടോ? അവിടെ കഴിപ്പെടണ്ട.
ഹലോ, ആ മൻസൂറേ, നീ എവിടെയാ? ആ, എന്ന് നീ അവിടെ തന്നെ ഇരി, പുറത്തിറങ്ങരുത്. നാട്ടുകാർ മൊത്തം ഇളകിയിരിക്കുക. ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. കുഞ്ഞിക്ക, കുഞ്ഞിക്ക, നാട്ടുകാർ മൊത്തം ഇളകിയിരിക്കുക. ഇതെല്ലാം ചെയ്തത് നമ്മുടെ മൻസൂറാന്നാ എല്ലാരും പറയണേ. എന്താ പറഞ്ഞേ? ഓ നമ്മുടെ എസ്റ്റേറ്റിലെ തേങ്ങാപ്പുരയിലുണ്ട്. ഇവിടെ വേണം. റഹ്മാനെ. ആ, എന്തി? എന്താ കുഞ്ഞിക്ക? ഇവിടുത്തെ കാര്യമെല്ലാം ജി വേണം നോക്കാൻ. ജനിക്ക് മകനെ പോലാണ്. പോലെയല്ല, ജനിക്ക് മകൻ തന്നെയാണ്. കുഞ്ഞിക്ക, കുഞ്ഞിക്ക, കുഞ്ഞിക്ക. അവനിവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. വിടാൻ പാടില്ല അവനെ. അവര് പറഞ്ഞമാതിരി ഇവിടെ ആരും കാണാനല്ലോ. നിക്ക് നിക്ക്, ഇവിടുന്നൊരു ശബ്ദം കേട്ടല്ലോ. വാ, ആ ഭാഗത്താണ്. മൻസൂറേ, നിക്കണ നായേ. മൻസൂറേ, ഈമാൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നും ഇച്ചു പഠിച്ചിട്ടില്ലേ? മാതാപിതാക്കളും കുടുംബ ബന്ധങ്ങളും അവരോടുള്ള കടമ എന്താണെന്ന് ഇച്ചു പഠിച്ചിട്ടില്ലേ? അയൽവാസികളുടെ കടമ എന്താണെന്ന് ഇച്ചു പഠിച്ചിട്ടില്ലേ? നെറികെട്ട നായേ, അന്നം ഞാൻ. സ്ത്രീകളെ അപമാനിക്കൽ അതിഗുരുതരമായ അപരാധമാണ്. സ്ത്രീയുടെ മാനം അവളുടെ ജീവനേക്കാൾ വിലപിടിച്ചതാണ്. അവൾക്ക് മാനഹാനിയും ജീവഹാനിയും വരുത്തുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. വിശ്വാസികളും നിഷ്കളങ്കമായ നല്ല മനുഷ്യരുടെ പേരിൽ അപവാദം ആരോപിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടവൻ തന്നെ. ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സ്ത്രീ സുരക്ഷിതയാണോ അവനാണ് യഥാർത്ഥ മുസൽമാൻ. പ്രവാചകൻ പറഞ്ഞത് പഠിച്ചിട്ടില്ലേ? അനക്ക് ഈ ദുനിയാവിൽ
ശിക്ഷ ഒന്നേ ഉള്ളൂ, അത് മരണം തന്നെ. ആരുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നേ? അത് ആ വാക്കുന്നാണ് തോന്നണേ. ദൈവമേ, ചതിച്ചല്ലോ ആചാരെ. ഉമ്മാനും പെങ്ങളെ തിരിച്ചറിയാത്താം ഓരോ നായിന്റെ മക്കൾക്കും ഇതായിരിക്കും വിധി. പ്രിയപ്പെട്ട സമൂഹത്തിന് ഞങ്ങളുടെ എളിയ ഒരു സന്ദേശമാണ് ഇത്. മാതാപിതാക്കളെ, സ്വന്തം മക്കൾ നാടിനും സമൂഹത്തിനും ഒരു ശാപമാകാതിരിക്കുക. ജീവിത വ്യഗ്രതയും മദ്യാസക്തിയും സുഖലോലുപതയും നിറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തകർച്ചയുടെ പടുകുഴിയിൽ വീഴാതിരിക്കുക. ശൈശവം മുതലേ ദൈവസ്നേഹത്തിന്റെ, സഹനത്തിന്റെ മാർഗങ്ങളിലൂടെ വളർത്തുവാൻ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുക. ഇന്റർനെറ്റും മൊബൈലും നിറഞ്ഞ സാങ്കേതിക ഉപകരണങ്ങളുടെ സാന്നിധ്യം നമ്മുടെ തലമുറയെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വന്തം ഉമ്മയും പെങ്ങളും ആരാണെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മക്കൾ അധപ്പതിക്കുന്നു. അവരുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേണ്ട വിധം പരിശോധിച്ച് അറിയുന്നില്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ നമ്മുടെ തലമുറകളുടെ ഗതി ഇതായിരിക്കും.